ഈ ഗൾഫ് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിൽ പലവിധ സമ്മർദ്ദങ്ങളുണ്ട്. അപ്പോൾ ഗസയിലെ ഇസ്രായേൽ ജനോസൈഡ് തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ അതിനു മുമ്പ് തന്നെ ഗൾഫ് ഭരണകൂടങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ട്. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യങ്ങളല്ലാത്തത് കൊണ്ട് നമ്മുടെ പോലെയുള്ള ഇന്ത്യ പോലുള്ള ഒരു മാധ്യമ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ആധുനിക മോഡേൺ ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്സിൻ്റെ ഒരു സ്ട്രക്ചറോ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ പ്രതിഷേധങ്ങൾ പല രീതിയിൽ പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ. ഭരണകൂടമല്ല ജനങ്ങളെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അറബ് ഭരണകൂടങ്ങൾക്ക് ഉള്ള താല്പര്യമല്ല അറബ് ജനതയുടെ താല്പര്യം. അവർക്ക് തീർച്ചയായും ഗസയിൽ നടക്കുന്ന ഈ വംശഹത്യ ലോകത്ത് ഏത് പരിഷ്കൃത മനുഷ്യനും ഏത് പരിഷ്കൃത രാജ്യങ്ങൾക്കും സമൂഹങ്ങൾക്കും ഉള്ള ആശങ്കയും അനിഷ്ടവും ഒക്കെ തന്നെ ഈ കാര്യത്തിൽ അറബ് ജനതയ്ക്കുണ്ട്. പക്ഷേ ഭരണാധികാരികൾ പലപ്പോഴും അവരുടെ നിലനിൽപ്പിനെ ഒരു പ്രധാന കാര്യമായി കാണും. ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് പ്രധാനമായതുകൊണ്ട് തന്നെ അത്തരം താല്പര്യങ്ങളും അത്തരം വിമർശനങ്ങളും പുറത്തു വരാതെ അവർ മൂടിവെക്കുകയോ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമ്മർദ്ദം പ്രത്യേകിച്ച് ഈ 2023 ഒക്ടോബറിന് ശേഷം അറബ് ഭരണകൂടങ്ങൾ അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പക്ഷെ അപ്പോഴൊക്കെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഒരു പരിധിവരെ അവിടുത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞത് നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ ദേശസുരക്ഷ, നമ്മുടെ പൗരന്മാരുടെ ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാരുടെ സുരക്ഷ ഒരു ഭംഗം, അതിനെതിരായൊരു അതിക്രമം ഉണ്ടാവുന്നില്ല, ഉണ്ടാവാത്തിടത്തോളം നമുക്കതിൽ കൺസേൺ അല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറിയിരിക്കുന്നു. നമ്മൾ പോലും സുരക്ഷിതരല്ല. ഇസ്രായേലിൻ്റെ ആക്രമണം പലസ്തീനും കടന്ന്, ഇറാനും കടന്ന്, ലെബനനും കടന്ന്, സിറിയയും കടന്ന്, ട്യൂണീഷ്യയും കടന്ന് നമ്മളിലേക്ക് കൂടി വന്നിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അറബ് ഭരണകൂടങ്ങൾക്കുണ്ടാകുന്നു. അതവിടെ സ്വാഭാവികമായും അവിടെയുള്ള അമേരിക്കൻ വിരുദ്ധ, ഇസ്രായേൽ വിരുദ്ധ ജനരോഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പം ഒരു പക്ഷേ അറബ് ഭരണകൂടങ്ങൾക്ക് തന്നെ അവിടെയുള്ള ജനങ്ങളുടെ ജനവികാരത്തെ തടുത്തു നിർത്താൻ കഴിയണം എന്നില്ല. ആ ഒരു ആശങ്ക അറബ് ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായി ഇവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതും. അവർ പ്രതീക്ഷിച്ചത് അമേരിക്കയുടെ മിലിറ്ററി ബേസ് തങ്ങളുടെ രാജ്യത്തുണ്ടായാൽ, അമേരിക്കയുടെ സൈനിക താല്പര്യങ്ങൾക്ക് നമ്മളൊപ്പം നിന്നാൽ തീർച്ചയായും നമുക്ക് അന്തർദേശീയ സമൂഹത്തിൽ ഒരു സുരക്ഷിത കവചം അമേരിക്കയെ ഒരുക്കുമെന്നുള്ളതായിരുന്നു. അതുണ്ടായില്ല.